ഇതാണ് നമ്മുടെ ബ്ലൂ സ്റ്റാറിൻ്റെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് 360 ഡിഗ്രി ക്യാമറ കേട്ടോ. ഓരോ ക്യാമറകളും നമുക്ക് ഇതുപോലെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഓരോ സൈഡ് ഫ്രണ്ട് ബാക്ക് അതുപോലെ രണ്ട് സൈഡും നമുക്കിത് ഇതുപോലെ കാണാം. കൂടാതെ നമുക്ക് 360 ഡിഗ്രിയിൽ നമ്മുടെ ക്യാമറ ഫുള്ളായിട്ട് നമുക്കിത് ഇതുപോലെ കാണാം. ബ്രസീലിലേക്കും മാരുതി ബലേനയിലേക്കും കമ്പനി കൊടുക്കുന്ന ഒറിജിനൽ സ്വിച്ചിങ് ആണ് ഇട്ടത്. കറക്റ്റ് ഫോഗ് ലാമ്പിന് കൊടുക്കുന്ന കറക്റ്റ് അതേ അളവിലുള്ള ഒരു സ്വിച്ചിങ് തന്നെയാണ്. ഇതാണ് ബലേനോടെ വിൻഡോ ഗാർണിഷ് ലോവർ ഇടാ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കാട്ടകസാറിൻ്റെ മറ്റൊരു നല്ല വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ബലേനയിലുള്ള ഫിറ്റിങ്സ് തന്നെയാണ്. 360 ഡിഗ്രി ക്യാമറയാണ് നമ്മൾ ഇന്ന്, ആൻഡ്രോയിഡ് സിസ്റ്റം, കൂടാതെ 4 ഡോർ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം, ഫോഗ് ലാമ്പ്, അതുപോലെ തന്നെ ഫ്രണ്ട് ക്രോമ്, വിൻഡോ ഗാർണിഷ് ക്രോമ്, സീറ്റ് കവർ, ഫ്ലോറിങ്, ഇതെല്ലാം നമ്മളിന്ന് ഈ ബലേനോട് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബലേനോ ബേസ് മോഡൽ സിഗ്മ വേരിയൻ്റ് ഒരു ബലേനോ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ആക്സസറീസുകൾ നമുക്കിതിലേക്ക് ചെയ്യാൻ പറ്റും, എത്ര രൂപ ചിലവ് വരും എന്നുള്ളതൊക്കെ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പറയാം. സ്റ്റീരിയോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു വേരിയൻ്റാണ്. അതുപോലെ തന്നെ സ്പീക്കർ സിസ്റ്റം കാര്യങ്ങളൊന്നും, 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ 4 ഡോർ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം, പിന്നെ ക്രോം ഐറ്റംസുകൾ, പിന്നെ ഡ്രമ്മ് നമ്മൾ ബ്ലാക്ക് ചെയ്ത് നല്ല അടിപൊളി ഒരു അലോയ് വീൽ ക്യാപ്പ് കാര്യങ്ങളെല്ലാം നമ്മളിന്ന് ചെയ്യാം. പ്രാരംഭഘട്ടം എന്ന പോലെ 4 ഡോറിലേക്ക് സ്പീക്കർ ഫിറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഡോർ പാഡുകൾ കാര്യങ്ങളെല്ലാം നമ്മളിത് ഊരിയെടുക്കണം. ബലേനയുടെ സൈഡ് മിറർ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൂ സ്റ്റാറിൻ്റെ കേട്ടോ. ഫുൾ കിറ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബ്ലൂ സ്റ്റാറിൻ്റെ 360 ഡിഗ്രി ക്യാമറ, അതുപോലെ തന്നെ ആൻഡ്രോയിഡ് സിസ്റ്റം ബ്ലൂ സ്റ്റാറിൻ്റെ ആണ്. ഇതൊരു ഫുൾ കിറ്റായിട്ട് വരുന്നതാണ് കേട്ടോ. ഓരോ ക്യാമറകളും ഇതുപോലെ നല്ല ക്വാളിറ്റിയുള്ള വൈഡ് ആംഗിൾ ക്യാമറകളാണ്, HD ക്യാമറകളാണ് കേട്ടോ. നമ്മുടെ ഈ സൈഡ് മിററിൽ വരുന്ന 2 ക്യാമറകളും, അതുപോലെ തന്നെ ബാക്കിലും ഫ്രണ്ടിലും വരുന്ന ക്യാമറയും ഫുൾ HD നല്ല ക്വാളിറ്റിയുള്ള ക്യാമറകളാണ്. ഇതിനെല്ലാം ഫുൾ 1 ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇതിനെല്ലാം പ്ലഗ് ഇൻ പ്ലേ ആണ് കേട്ടോ. ഓരോ സോക്കറ്റുകളും മിററിനും ഓരോ ക്യാമറകളും നമുക്ക് വരും കേട്ടോ. അതുപോലെ തന്നെ സിഗ്മ വേരിയൻറ്റിന് ഫ്രണ്ടിൽ ഒരു ക്രോമിൻ്റെ കുറവുണ്ട് കേട്ടോ. അതൊരു ബ്ലാക്ക് ഫിനിഷിങ്ങിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിത് ഇതിൽ നല്ല ഭംഗിയിലുള്ള ഒരു ക്രോം ഫിനിഷിങ് നമ്മളിതിങ്ങനെ പിടിപ്പിക്കും. കൂടാതെ നമ്മൾ ഫോഗ് ലാമ്പ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. കമ്പനി വരുമ്പോൾ ഫോഗ് ലാമ്പ് ഈ വാഹനത്തിനില്ല, ഫോഗ് ലാമ്പ് നമുക്ക് ഫിറ്റ് ചെയ്യണം. ഇൻഫിനിറ്റിയുടെ ആൽഫ എന്ന് പറഞ്ഞ സീരീസ് സ്പീക്കേഴ്സാണ് നമ്മളിന്ന് ഈ ബലേനോയിലേക്ക് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. 4 ഡോറിലേക്ക് നമ്മൾ ഈ സ്പീക്കർ സിസ്റ്റം തന്നെയാണ് കേട്ടോ നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ 360 ഡിഗ്രി ക്യാമറയിൽ ഒരു ക്യാമറ നമ്മുടെ മിററിൻ്റെ തൊട്ട് താഴെയായി നമ്മുടെ ഫിറ്റിങ്സ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് ഫുള്ളായിട്ട് പ്രസ് ചെയ്ത് ഉള്ളിലേക്ക് കടന്നു പോകും. അലൈൻമെൻറ്റ് കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യും. ഇനി നമ്മൾ സിസ്റ്റം പിടിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി പാനലും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരിയെടുക്കാൻ പോകും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡാഷ്ബോർഡിലെ പാനലും കാര്യങ്ങളെല്ലാം നമ്മൾ ഊരി കഴിഞ്ഞു. ഇനി നമുക്ക് അതിൻ്റെ കപ്ലറും കാര്യങ്ങളെല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് കമ്പനി കൊടുത്തിരിക്കുന്ന ഡമ്മി ഫ്രെയിം നമുക്ക് ഊരിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിൽ പുതിയ പാനലും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ 9 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ അതിൽ ഫിറ്റ് ചെയ്യും. അതിൽ നിന്ന് തന്നെയാണ് നമ്മുടെ 360 ഡിഗ്രി ക്യാമറയുടെ കണക്ഷൻ കാര്യങ്ങളെല്ലാം, സ്പീക്കറുകളുടെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ഡോറിലെ സ്പീക്കറുകൾ, അതുപോലെ തന്നെ നമ്മുടെ ബാക്ക് ഡോറിൻ്റെ സ്പീക്കറും കാര്യങ്ങളെല്ലാം ഫിറ്റ് ചെയ്തു. 4 ഡോറിലെയും നമ്മുടെ സ്പീക്കർ ഫിറ്റിങ്സ് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പാനലും സ്ക്രീനും കാര്യങ്ങളെല്ലാം നമുക്ക് ഫിറ്റ് ചെയ്യണം. അതിലേക്ക് നമ്മളൊന്ന് ചെയ്യുന്നൊരു സീറ്റ് കവർ ഒരു സ്പെഷ്യൽ വർക്കാണ് കേട്ടോ. ഒരു ടാൻ കളറിൽ, അതുപോലെ തന്നെ ബാക്കിൽ ബ്ലാക്കും ഫ്രണ്ടിൽ ടാൻ ആയിട്ട്. അപ്പോൾ നമ്മുടെ 360 ഡിഗ്രി ക്യാമറ അതുപോലെ തന്നെ സ്പീക്കറുകളൊക്കെ നമ്മുടെ ഫിറ്റിങ്സ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. സ്ക്രീനും കാര്യങ്ങളെല്ലാം നമ്മളിത് ഫിറ്റ് ചെയ്തു. ഇനി അതിൻ്റെ ക്യാമറയും കാര്യങ്ങളും കാലിബ്രേഷനും കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്യാൻ പോകുന്നുണ്ട്. ഓരോ ക്യാമറകളും അതുപോലെ തന്നെ അതിൻ്റെ കറക്റ്റ് പൊസിഷനും കാര്യങ്ങളെല്ലാം ക്ലിയർ ചെയ്ത് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിൻ്റെ അലൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ എല്ലാം കറക്റ്റ് ചെയ്ത് സ്ക്രീനും കാര്യങ്ങളെല്ലാം നമ്മുടെ ഫിറ്റിങ്സ് കാര്യങ്ങൾ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ചെയ്യുന്നത് വിൻഡോ ഗാർണിഷിൽ ഓവറാണ് കേട്ടോ. 4 ഗ്ലാസിൻ്റെ ചില്ലിന് തൊട്ട് താഴ്ത്ത് വരുന്ന ഒരു ക്രോം. ഈ കളർ വണ്ടിക്കൊക്കെ ഏറ്റവും ഭംഗിയുള്ള ഒരു ഐറ്റം തന്നെയാണ്. ബലേനോയിലേക്കും ഗ്ലാൻസിലേക്കും ഒക്കെ കൂടുതലും ഫിറ്റ് ചെയ്ത് പോകുന്ന ഒരു ഭാഗമാണ് കേട്ടോ ഈ വിൻഡോ ഗാർണിഷിൽ ഓവർ. നമ്മുടെ ഈ ഹാൻഡിലിൻ്റെ പോലെയുള്ള ക്രോം ഫിനിഷിങ് തന്നെയാണ് നമുക്കിതിലും വരുന്നത്. ഇതിനുള്ള ആ സ്റ്റിക്കർ പൊളിച്ച് കളഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് ക്രോം ഫിനിഷിങ് ആവും. അപ്പോൾ നമുക്കിത് ഇതുപോലെ ഇതിങ്ങനെ പൊളിച്ച് കളയാം. നല്ല ഭംഗി കൊടുക്കുന്നൊരു ഐറ്റം തന്നെയാണ് കേട്ടോ.
അപ്പോൾ നമ്മുടെ ക്രോമിൻ്റെ ഫിറ്റിങ്സും കഴിഞ്ഞു കേട്ടോ. അതായത് ഇതുപോലെ അതിൻ്റെ കറക്റ്റ് ക്രോമിൻ്റെ ഫിറ്റിങ്സ് നമ്മുടെ ഡോറ് നമ്മളത് പാക്കിങ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ മിററിനോട് പിടിപ്പിച്ചിരിക്കുന്ന ക്യാമറ, അതാണ് നമ്മൾ മിററിനോട് പിടിപ്പിച്ചിരിക്കുന്ന ക്യാമറ. ഇനി നമ്മൾ ഫ്രണ്ടിൽ പിടിപ്പിച്ചിരിക്കുന്ന ക്യാമറ എന്ന് കാണിച്ചു തരാം. ഇതാണത് നമ്മുടെ ഫ്രണ്ടിൽ വന്നിരിക്കുന്ന ക്യാമറ കേട്ടോ. കൂടാതെ നമ്മളിതിലേക്ക് ഫോഗ് ലാമ്പ് നമ്മുടെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു. ഇനി നമുക്കിതിൻ്റെ സീറ്റിൻ്റെ ഫിറ്റിങ്സ് ചെയ്യാനുണ്ട്. കൂടാതെ നമുക്കിതിലേക്ക് ഫ്ലോറിങ് നമുക്ക് മൊത്തം ഒട്ടിക്കണം. ഫ്ലോർ മാറ്റ് നമ്മൾ മൊത്തം ഒട്ടിക്കുന്നുണ്ട്. നമ്മളിതിലേക്ക് ചെയ്യുന്നത് റെയിൻ ഗാർഡാണ് കേട്ടോ. നല്ല സ്മോക്ക് ഫിനിഷിംഗ് ഉള്ള റെയിൻ ഗാർഡാണ് നമ്മളിതിലേക്ക് ഫിറ്റ്. അപ്പോൾ നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റിങ്സ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. സീറ്റ് നല്ല അടിപൊളി ലുക്കായിട്ട് കേട്ടോ. വണ്ടിയുടെ ഉള്ളിലേക്ക് ചെയ്യുമ്പോൾ കയറുമ്പോൾ തന്നെ നമുക്കിതിൻ്റെ ഒരു ഭംഗി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നല്ലൊരു ടാൻ കളറിലും അതുപോലെ തന്നെ ഫുൾ ബ്ലാക്ക് പീസിലുമാണ് നമ്മൾ ഈ വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ ഫോമും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. 1 ഇയറോളം നമ്മളിതിന് വാറണ്ടി കാര്യങ്ങൾ കൊടുക്കുന്നുണ്ട് കേട്ടോ. നാപ്പ ലെതറിലാണ് നമ്മളിപ്പോൾ. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത് ഒരു BMW സ്റ്റൈലിലുള്ള ഒരു ഹാൻഡ് റെസ്റ്റാണ് കേട്ടോ. ഇതിൽ നമുക്ക് ബാക്കിലൊരു കപ്പ് ഹോൾഡർ, ഇതുപോലെ ഒരു കപ്പ് ഹോൾഡർ വരും. കൂടാതെ നമുക്കിത് ഇതുപോലെ സ്ലൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഓപ്പൺ ആവുന്ന ഒരു കൺസോൾ ബോക്സും കാര്യങ്ങളെല്ലാം നമുക്കിതിൽ വരുന്നുണ്ട്. കൂടാതെ നമുക്ക് ബാക്കിലിരിക്കുന്നവർക്ക് USB പോർട്ട് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ചാർജ് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു ട്രേ ബാക്കിൽ വരുന്നുണ്ട്. ഇതാണ് ഈ ആംറസ്റ്റിൻ്റെ. അപ്പോൾ നമ്മൾ ഡ്രമ്മ് കാര്യങ്ങളൊക്കെ പെയിൻറ്റ് ചെയ്ത് നല്ല അടിപൊളി വീൽ ക്യാപ്പ് കാര്യങ്ങളെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാഴ്ചയ്ക്ക് തന്നെ നല്ലൊരു ലുക്ക് കൊടുക്കുന്നൊരു അലോയ് ടൈപ്പ് വീൽ ക്യാപ്പാണ് നമ്മളിന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ബെലാനോയിൽ നമ്മുടെ ബ്ലൂ സ്റ്റാറിൻ്റെ 360 ഡിഗ്രി ക്യാമറയുടെ വർക്കിംഗ് ആണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 360 ഡിഗ്രി ബാഡ് വ്യൂ ആണ് കേട്ടോ അത്. ഇതെല്ലാ ക്യാമറകളുടെയും നമ്മുടെ ഫിറ്റിങ്സും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു. ഇതാണ് നിങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്ലൂ സ്റ്റാറിൻ്റെ ആൻഡ്രോയിഡ് സിസ്റ്റം പ്ലസ് 360 ഡിഗ്രി ക്യാമറ കേട്ടോ. ഇതുപോലെ നമുക്ക് ഓരോ ക്യാമറകളും സെപ്പറേറ്റ് ആയിട്ട് നമുക്കിത് ഇതുപോലെ കാണാനുള്ള ഓപ്ഷൻ നമുക്ക് ബ്ലൂ സ്റ്റാറിനുണ്ട്. ഇത് ഫ്രണ്ട് സൈഡ്, അതുപോലെ തന്നെ ഇത് ബാക്ക് സൈഡ്, ഇത് 2 സൈഡും. ഇത് നമുക്ക് ഇത്രയ്ക്കും ക്ലിയർ ആയിട്ട് നമുക്ക് നമ്മുടെ ഈ ക്യാമറയിൽ നമുക്ക് കാണാൻ പറ്റും. ഇത് ഈ ഒരു ഓപ്ഷൻ തന്നെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഈസി ആയിട്ട് നമുക്ക് ഡ്രൈവിങ് ചെയ്യാൻ പറ്റും കേട്ടോ. കാരണം എല്ലാ സൈഡും നമുക്ക് വ്യക്തമായിട്ട് നമുക്കിതിൽ കാണാൻ പറ്റും. ബാക്ക് സൈഡ് ഫുള്ളായിട്ട് നമുക്ക് കാണാം. അതുപോലെ തന്നെ ഫ്രണ്ട് സൈഡ് നമുക്ക് ഫുള്ളായിട്ട് കാണാം. ലെഫ്റ്റ് സൈഡ് ഫുള്ളായിട്ട് കാണാം. റൈറ്റ് സൈഡും ഫുള്ളായിട്ട് കാണാം. ഇനി ഇതിൽ മറ്റൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നമുക്ക് സെപ്പറേറ്റ് എടുക്കണമെങ്കിൽ ഫ്രണ്ട് ക്യാമറ മാത്രമായിട്ട് നമുക്ക് ഇതുപോലെ ഫ്രണ്ട് ക്യാമറ നമുക്ക് മാത്രമായിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് 360 ഡിഗ്രി ഒരു സൈഡിൽ കാണുമ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് റൈറ്റ് സൈഡിൽ ഓരോ ക്യാമറകളും മാറി മാറി നമുക്കിത് സെപ്പറേറ്റ് ആയിട്ട് കാണാനുള്ള ഓപ്ഷനുണ്ട്. ഇതുപോലെ നമുക്ക് ഓരോ ക്യാമറയും ചേഞ്ച് ചെയ്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കൂടാതെ നമുക്ക് ഇതുപോലെ 360 ഡിഗ്രിയിൽ ഇതുപോലെ നമുക്ക് കവറേജ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഫിറ്റ് ചെയ്തിരിക്കുന്ന ബ്ലൂ സ്റ്റാർ ആൻഡ്രോയിഡ് വിത്ത് 360 ഡിഗ്രി ക്യാമറയെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരുവിധം ഫങ്ഷനും കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തന്നു. നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ്. 1 ഇയറോളം നമുക്ക് റീപ്ലേസ്മെൻറ്റ് വാറണ്ടി ഉണ്ട് കേട്ടോ. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീപ്ലേസ്മെൻ്റ് ആണ് വാറണ്ടി. സർവീസ് വാറണ്ടി അല്ല കൊടുക്കുന്നത്. ഇതിൻ്റെ ക്യാമറകൾക്കായാലും അതുപോലെ തന്നെ സിസ്റ്റത്തിനായാലും ഫുൾ നമ്മൾ കൊടുക്കുന്നത് റീപ്ലേസ്മെൻറ്റ് ഗ്യാരണ്ടിയാണ്. അതുകൊണ്ട് തന്നെ എടുക്കുന്ന കസ്റ്റമേഴ്സിന് യാതൊരുവിധ പേടിയും ഒരു കൊല്ലത്തേക്ക് പേടിക്കേണ്ട കാര്യമില്ല. ഒരു ദിവസം പോലും നമുക്കിതിൽ സെറ്റില്ലാതെ ഓടിക്കേണ്ട അവസ്ഥ വരില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസിന് കൊടുക്കുന്ന ഒരു പ്രശ്നം വരുന്നില്ല. നമ്മൾ റീപ്ലേസ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടാതെ നമുക്കിതിലേക്ക് വന്നിരിക്കുന്ന ഓരോ ഫങ്ഷനും അത്രയും നമുക്ക് ലളിതമായ രീതിയിലാണ് കേട്ടോ അതിൻ്റെ എല്ലാം കോൺഫിഗറേഷൻ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് എല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാനും പറ്റും. അതുപോലെ തന്നെ ക്ലിയറായിട്ട് ഓരോ ഭാഗവും നല്ല ഭംഗിയിൽ നമുക്ക് കാണാനുള്ള ഒരു ഓപ്ഷനും ഇതിലുണ്ട്. അപ്പോൾ ഈ 360 ഡിഗ്രി ക്യാമറ വിത്ത് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം ബ്ലൂ സ്റ്റാറിൻ്റെ നമ്മൾ ഫിറ്റിങ്സ് എല്ലാം അടക്കം നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് 30,000 രൂപയ്ക്കാണ്. 1 ഇയറോളം നമ്മളിതിന് വാറണ്ടി കാര്യങ്ങളെല്ലാം കൊടുക്കുന്നു. അതിൻ്റെ വയറിങ്, ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ എല്ലാം അടക്കം. അപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുവരുന്നവർ ആരായാലും
അപ്പോൾ നമുക്ക് എല്ലാവർക്കും കൊടുക്കുന്ന ഒരു റേറ്റ് തന്നെ. നമുക്ക് ഇതിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റത്തിൻ്റെ വർക്കിംഗ് ഒന്ന് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം. ഒരു ഹെഡ്ഫോൺ വെച്ച് കേൾക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇതിൻ്റെ സൗണ്ട് ക്വാളിറ്റി മനസ്സിലാക്കാൻ പറ്റും. വൂഫറുകൾക്കെല്ലാം നമുക്ക് 1 ഇയറോളം നമുക്ക് വാറണ്ടി കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്ലോറിങ്ങിൻ്റെ വർക്ക് ചെയ്ത് നമ്മുടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. കൃത്യമായിട്ട് നമ്മുടെ ഫ്ലോർ മാറ്റ് നമ്മുടെ ഫിനിഷിങ് കഴിഞ്ഞു. അതുപോലെ തന്നെ അതേ നമ്മുടെ സീറ്റിൻ്റെ ഫിറ്റിങ്സും കൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ചെയ്തിരിക്കുന്ന ഓരോ ഐറ്റംസും ഇതുപോലെ കൃത്യമായിട്ട് നമുക്ക് പരിചയപ്പെടാം കേട്ടോ. ഫ്രണ്ടിൽ വെച്ചിരിക്കുന്ന ക്രോം ഫിനിഷിംഗ് ആണ് നമ്മൾ ഇതിലേക്ക് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ടിലെ ഒരു ക്രോമാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് കേട്ടോ. കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഫോഗ് ലാമ്പാണ്. കമ്പനി കൊടുക്കുന്ന പോലെയുള്ള ഒറിജിനൽ കറക്റ്റ് അതേ സ്വിച്ചും കാര്യങ്ങളെല്ലാം വെച്ചിട്ട് ഒറിജിനൽ ഫോഗ് ലാമ്പ് നമ്മൾ ഈ വണ്ടിയിൽ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഡ്രമ്മ് വരുമ്പോൾ ഇതൊരു സിൽവർ കളർ ഡ്രമ്മായിരിക്കും. ആ ഡ്രമ്മ് നമ്മൾ പെയിൻറ്റിങ് ചെയ്തു. കൂടാതെ നല്ലൊരു അലോയ് വീൽ ടൈപ്പ് ഒരു വീൽ ക്യാപ്പും നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മളിതിലേക്ക് ചെയ്തിരിക്കുന്നത് വിൻഡോ ഗാർണിഷിൽ ഓവറാണ്. 4 ഗ്ലാസിൻ്റെയും തൊട്ട് പുറകിലെ താഴ്ത്തായിട്ട് വരുന്ന ഒരു വിൻഡോ ഗാർണിഷിൽ ഓവർ നമ്മൾ ഈ വണ്ടിയിലേക്ക് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നമ്മൾ 360 ഡിഗ്രി ക്യാമറ നമ്മുടെ മിററുമതേ ഒരെണ്ണം നമ്മുടെ മിററുമ്പോൾ നമ്മൾ 360 ഡിഗ്രി ക്യാമറ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമ്മുടെ 2 മിററിനും നമ്മുടെ 360 ഡിഗ്രി ക്യാമറ നമ്മുടെ ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇൻസൈഡ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സീറ്റ് കവർ നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ. ഒരു ടാനും ബ്ലാക്കും കൂടി മിക്സ് ആയിട്ടുള്ളൊരു കളറിലാണ് നമ്മൾ സീറ്റ് വർക്ക് നമ്മൾ ചെയ്തിരിക്കുന്നത്. കൂടാതെ ഒരു ഹാൻഡ് റെസ്റ്റും നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം വിത്ത് ഗ്ലോസി പാനലാണ് നമ്മൾ ഫിറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ മൊത്തം വെനിയൽ ഫ്ലോറിങ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്ക് സീറ്റും അതേ ഡിസൈനിൽ തന്നെ നമ്മുടെ വർക്കും കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പിന്നെ 4 ഡോറിലേക്ക് നമ്മൾ ഇൻഫിനിറ്റിയുടെ സ്പീക്കർ സിസ്റ്റം നമ്മൾ 4 ഡോറിലേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇന്ന് ബലാനോയിൽ ചെയ്തിരിക്കുന്ന വർക്കുകൾ കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബേസ് മോഡൽ ബലാനോ എടുത്തു കഴിഞ്ഞാൽ എന്തെല്ലാം ആക്സസറീസുകൾ ഫിറ്റ് ചെയ്ത് എങ്ങനെയെല്ലാം മോഡിഫൈ ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഐഡിയയെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും കിട്ടിക്കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഇതിൻ്റെ വില വിവരങ്ങളും കാര്യങ്ങളെല്ലാം നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൃത്യമായിട്ട് നമ്മൾ ഓരോന്നിൻ്റെയും വില വിവരങ്ങൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും അത് നോക്കി അതിൻ്റെ വിലയും കാര്യങ്ങളെല്ലാം നോക്കി താല്പര്യമുള്ളവർ നമ്മളുമായി കോൺടാക്ട്. നമ്മുടെ ബലാനോയിലേക്കുള്ള ഫുൾ ഫിറ്റിങ്സും കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. 360 ഡിഗ്രി ക്യാമറ എല്ലാം നിങ്ങൾ കണ്ടു എന്ന് വിശ്വസിക്കുന്നു. ഇതുപോലെ ചെയ്യാൻ താല്പര്യമുള്ളവർ തീർച്ചയായും നമ്മളുമായി കോൺടാക്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോയുമായി വരുന്നവരെ ടാറ്റ ബൈ ബൈ.